6 യൂണിറ്റ് നേരത്തെ ഉണ്ട്. അതെ അതെ അതെ. ആളുകൾക്ക് അപായമൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, ആർക്കും അപായം ഉണ്ടായിട്ടില്ല. നേരത്തെ തന്നെ ജീവനക്കാരെ പൂർണ്ണമായി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് ആക്കുന്നതിന്, സുരക്ഷിതമായി അവരെ പുറത്തെത്തിക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ട്രാഫിക് ക്രമീകരണം എങ്ങനെയാണ്? അത് പോലീസ് നേരത്തെ തന്നെ ഈ തീപിടുത്തം ഉണ്ടായെന്ന് മനസ്സിലായ സമയത്ത് തന്നെ പോലീസ് 2 ഭാഗത്തുള്ള ട്രാഫിക് നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ആളുകൾ തടിച്ചുകൂടാതിരിക്കാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് നല്ലതുപോലെ ഈ പ്രവർത്തനം നടത്തുന്നതിന് ഒരു തടസ്സവും ഇപ്പോൾ ഇല്ല. വേറെ എത്ര സമയം കൊണ്ട് തീ പൂർണ്ണമായും അണക്കാനാണ്? അത് ഫയർ എഞ്ചിൻ നടത്തുന്ന ശ്രമമാണ്. അത് അവരാണ് അതിൽ പറയേണ്ടത്. ഇല്ല, ഫയർ എഞ്ചിൻ്റെ അഭാവം ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഫയർ എഞ്ചിൻ ഇവിടെ വരുന്ന വണ്ടികളെല്ലാം വെള്ളം പമ്പ് ചെയ്യുന്നത് വരെ മറ്റേത് അവിടെ നിർത്തിയിട്ട് വെച്ചിരിക്കുക. അതുകൊണ്ട് അതിനൊരു ബുദ്ധിമുട്ട് ഇപ്പം കാണുന്നില്ല. മനസ്സിലായില്ല? ഇവിടെയുള്ള ആൾക്കാരെല്ലാം സുരക്ഷിതമല്ലേ? സുരക്ഷിതമാണ്. ഇവിടെയുള്ള ആളുകൾ, ജീവനക്കാർ സുരക്ഷിതമാണ്. സമീപ പ്രദേശത്ത് നിന്നൊക്കെ ആളുകളിൽ മാറ്റിയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് പുതിയ ആളുകൾ വന്നു ചേരാതിരിക്കാനുള്ള കരുതൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഹർഷൻ, ഇപ്പോൾ മേയറായിരുന്നു നമ്മളോട് പ്രതികരിച്ചിരുന്നത്. ഇവിടെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് മേയർ പറഞ്ഞത്. കൃത്യമായി ഫയർ റെസ്ക്യൂ വാഹനങ്ങൾ എത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ എത്ര സമയമെടുത്തായിരിക്കും തീ അണയ്ക്കുക എന്ന കാര്യത്തിൽ ഒരു കൃത്യതയില്ല. എന്നാൽ കൃത്യമായി ഗതാഗതം നിയന്ത്രിക്കുകയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2ാം നിലയിലും 3ാം നിലയിലും തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. പുറംഭാഗങ്ങളിലുള്ള മാത്രം തീയാണ് ഇപ്പോൾ നിലവിൽ അണച്ചിരിക്കുന്നത്. നിരവധി ആളുകളും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ 5ഓളം ഫയർ യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. പല പ്രദേശങ്ങളിലായി കോഴിക്കോടിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നായി എത്തിയ 5ഓളം യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇനി കൂടുതൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള യൂണിറ്റുകൾ ഇവിടെ എത്താനാണ് സാധ്യത. എന്നാൽ മാത്രമേ ഇത് കൂടുതൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം മേയർ നമ്മൾ സൂചിപ്പിച്ചത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2 മണിക്കൂറിൻ്റെ അടുത്തായി ഈ തീപിടുത്തം ഉണ്ടായിട്ട് ഈ വസ്ത്രങ്ങളായതിനാൽ തന്നെ നല്ല രീതിയിൽ തീഗോളമായി കത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ അത് അണയ്ക്കാൻ വളരെ ശ്രമപ്പെടും. വളരെ കൂടുതൽ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ തീ അണയ്ക്കാൻ കുറച്ചുകൂടി സമയം വേണം. എന്നാൽ കൃത്യമായി ഗതാഗതങ്ങൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കൃത്യമായി ഈ സ്ഥാപനത്തിൽ നിന്ന് ആളുകൾ സുരക്ഷിതമായി തന്നെ പുറത്തോട്ട് പോയിട്ടുമുണ്ട്. ആർക്കും ഒരാൾ പോലും ഇതിനകത്ത് പെട്ടിട്ടില്ല. അത് കൃത്യമായി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ കൃത്യമായി ഈ സ്ഥാപനത്തിലെ അലാറം ഫയർ അലാറം അറിയുകയും, കൂടാതെ എല്ലാവരും ഒരു പുക കണ്ടതിന് പിന്നാലെ ഇവിടെ നിന്ന് ഓടി പുറത്തോട്ട് പോവുകയും സുരക്ഷിത ഇടത്തിലേക്ക് മാറുകയും ചെയ്തിരുന്നു. എന്നാലും തീ ഇപ്പോഴും നിയന്ത്രണ വിധമാക്കാൻ സാധിച്ചിട്ടില്ല. 5ഓളം